നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്കു വേണ്ടി പിറന്നാൾ ഒരു വലിയ ഉത്സവമാണ്. ബലൂണുകളും ആശംസകളും മുഴുവൻ ദിവസം ശ്രദ്ധയും. എന്നാൽ മറ്റു ചിലർക്ക് വേണ്ടി പിറന്നാൾ ഒരു സാധാരണ ദിനം മാത്രമാണ്. കേക്കുമില്ല, ആഘോഷവുമില്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ചില സാഹചര്യങ്ങളിൽ ഇതിനു പിന്നിൽ വേദനാജനകമായ ഒരു കഥയുണ്ട്. കുട്ടിക്കാലത്തെ നിരാശകൾ, മറന്നുപോയ ആശംസകൾ, തിരക്കിലായിരുന്ന കുടുംബം, ഇതെല്ലാം ഒരാളെ എനിക്ക് ആഘോഷത്തിനുള്ള വിലയില്ല എന്ന് തോന്നിക്കുന്നുവെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഈ അവസ്ഥയെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് വിളിക്കുന്നത്. പലതവണ നിരാശ അനുഭവിച്ചപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് തന്നെ മനസ്സ് നിർത്തുന്നു. അങ്ങനെ പിറന്നാൾ ഒരു സാധാരണ തീയതിയായി മാത്രമേ തോന്നൂ. മറ്റു ചിലർ ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്. ജോലി, പഠനം, ഉത്തരവാദിത്തങ്ങൾ എല്ലാം കൂടി എത്തിയപ്പോൾ പ്രത്യേക ദിവസങ്ങൾക്ക് അവരുടെ പ്രത്യേകത നഷ്ടപ്പെടുന്നു. ഇതിന് മനഃശാസ്ത്രത്തിൽ ടൈം ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. ജീവിതം സർവൈവൽ മൂഡായപ്പോൾ അവർക്ക് സെലിബ്രേഷൻ മൂഡ് പ്രവേശിക്കാൻ സാധിക്കില്ല. പിറന്നാൾ മറക്കുന്നില്ല, പക്ഷേ ദിവസങ്ങളുടെ തിരക്കിൽ അത് വഴുതി പോകുന്നു. ഇനിയും ഒരു വിഭാഗമുണ്ട്. അവർ പിറന്നാൾ ശ്രദ്ധിക്കുന്നു, പക്ഷെ പ്രത്യേകമായി ആഘോഷിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇത് ഏകാന്തതയോ സമ്മർദ്ദമോ അല്ല, ഇതൊരു ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. ശ്രദ്ധ, സമ്മാനങ്ങൾ, പുറം ലോക അംഗീകാരം, ഇവയിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് സന്തോഷം കുറച്ചു സമയം മാത്രമേ നിലനിൽക്കൂ. പക്ഷേ തങ്ങളുടെ മൂല്യം ഉള്ളിൽ നിന്നാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഒരു കലണ്ടർ തീയതി ആവശ്യമില്ല. സന്തോഷം അവരുടെ ഉള്ളിലുണ്ട്. മനഃശാസ്ത്രത്തിലെ സെൽഫ് ഡിറ്റർമിനേഷൻ തീയതി പറയുന്നത് പോലെ യഥാർത്ഥ സംതൃപ്തി വ്യക്തിഗത വളർച്ചയിലും ഉള്ളിലെ സമാധാനത്തിലുമാണ്. ഇവർക്ക് എല്ലാ ദിവസവും സവിശേഷമാക്കാം, ആവശ്യപ്പെട്ടാൽ മാത്രം. അവസാനം ചോദ്യം ഇതല്ല, നിങ്ങൾ കേക്ക് മുറിക്കുമോ ഇല്ലയോ. യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആഘോഷം എവിടെയാണ് കണ്ടെത്തുന്നത്? പുറത്തുള്ള ലോകത്തിലോ അതോ നിങ്ങളുടെ ഉള്ളിലോ? ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കമന്റിൽ പറയൂ, നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നവരാണോ അതോ അതൊരു സാധാരണ ദിനമായി കാണുന്നവരാണോ?